നടുക്കടലിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ നിരക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ മുനമ്പിലാണ്. ഇറാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ മുന്നറിയിപ്പ് കേവലം ഒരു വാഗ്വാദമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഭീകര ദിനങ്ങളുടെ സൂചനയാണത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച പിന്തുണയും മേഖലയിലെ സൈനിക വിന്യാസവും ഇസ്രായേലിന് പുതിയ ആത്മവിശ്വാസം നൽകുമ്പോൾ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് വെല്ലുവിളിയും നേരിടുമെന്ന നിലപാടിലാണ്. കഴിഞ്ഞ ദിവസത്തെ ടെലിവിഷൻ പ്രസംഗത്തിൽ നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇറാൻ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ സൈനിക നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ മാനിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. ഇറാൻ അവരുടെ മിസൈൽ ശേഷിയിലും സായുധ സംഘങ്ങളിലും വിശ്വസിക്കുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ അത്യാധുനിക ആയുധ ശേഖരത്തിലും ഇന്റലിജൻസ് കരുത്തിലുമാണ് ഊന്നുന്നത്. മേഖലയിലെ ഈ സംഘർഷം പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ വർഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. അതിന് പ്രതികാരമായി ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തി. അമേരിക്ക നേരിട്ട യുദ്ധത്തിൽ ഇടപെടുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയും ചെയ്തതോടെയാണ് അന്ന് ഒരു വെടിനിർത്തൽ ഉണ്ടായത്. എന്നാൽ ആ സമാധാനം വെറും താൽക്കാലികമായിരുന്നുവെന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നു. അമേരിക്കയുടെ കടന്നുവരവ് മേഖലയിലെ ബലാബലത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടുന്ന വമ്പൻ നാവിക വ്യൂഹത്തെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാൻ തീരത്തിന് സമീപം വിന്യസിച്ചിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും സൈനികമായ ഈ സമ്മർദ്ദം ഇറാനെ ഭയപ്പെടുത്താനാണെന്ന് വ്യക്തമാണ്. ഇതിനെതിരെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കയുടെ ഭീഷണികൾ മേഖലയുടെ സമാധാനം തകർക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അയൽ രാജ്യങ്ങൾക്കും ബാധകമാണ്. തങ്ങളുടെ ആകാശമോ മണ്ണോ വെള്ളമോ ഇറാനെതിരെ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കുന്ന രാജ്യങ്ങളെ ശത്രുക്കളായി കാണുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇത് UAE, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സഖ്യകക്ഷിയായ അമേരിക്കയെ പിണക്കാതിരിക്കാനും അയൽവാസിയായ ഇറാന്റെ ആക്രമണം ഒഴിവാക്കാനും ഈ രാജ്യങ്ങൾ പാടുപെടുകയാണ്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ മണ്ണ് ഇറാനെതിരായ ആക്രമണത്തിന് വിട്ടു നൽകില്ലെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിലും ഗാസയിലെ കാര്യത്തിൽ നെതന്യാഹു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. ഗാസയിൽ ശേഷിച്ച അവസാന ബന്ദിയെയും തിരിച്ചെത്തിച്ചതോടെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ്. ഗാസയെ സൈനിക വിമുക്തമാക്കാതെ അവിടെ യാതൊരുവിധ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ അദ്ദേഹം വീണ്ടും തള്ളിക്കളഞ്ഞു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പൂർണ്ണമായും സുരക്ഷാ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുമ്പോഴും നെതന്യാഹു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഹമാസ് ഇനിയും ശക്തമാകാതിരിക്കാനാണ്. തുർക്കിയിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഉള്ള സൈനികരെ ഗാസയിൽ പ്രവേശിപ്പിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മേഖലയിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ഹമാസിനെ തുരത്തുക എന്നത് കേവലം ഒരു യുദ്ധലക്ഷ്യമല്ല, മറിച്ച് ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷാ തന്ത്രമാണെന്ന് അദ്ദേഹം കരുതുന്നു. ഇറാൻ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നതിനേക്കാൾ തങ്ങളുടെ സഖ്യകക്ഷികളായ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. ഇറാനിലെ കതൈബ്, ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈന്യത്തെ മേഖലയിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ഇറാന് എളുപ്പമാണ്. ഇത് മേഖലയിലെ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കാരണം ഇറാൻ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഈ സായുധ സംഘങ്ങളുടെ പിന്നിൽ ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം. ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഈ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വലിയൊരു ഭീഷണിയുമാണ്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും തെക്ക് ഭാഗത്ത് ഹമാസും ഹൂതികളും നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഈ പ്രോക്സി ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാതെ ഇറാനുമായി ഒരു ശാശ്വത സമാധാനം അസാധ്യമാണെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ കലുഷിതമായ അന്തരീക്ഷം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണവുമാകും. നെതന്യാഹുവിന്റെ മുന്നറിയിപ്പും ട്രംപിന്റെ പടക്കപ്പലുകളും ഇറാന്റെ തിരിച്ചടി ഭീഷണിയും ചേർന്ന് പശ്ചിമേഷ്യയെ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാക്കിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യം. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് ട്രംപ് പറയുമ്പോഴും ഇറാൻ അതിന് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഉപരോധങ്ങൾ കൊണ്ട് തളർന്ന ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ച് ചർച്ചയ്ക്ക് വരുമോ?
അതോ നെതന്യാഹു പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ അത്യുഗ്രമായ ശക്തിക്ക് ഇരയാകേണ്ടി വരുമോ? വരും ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റി എഴുതിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.